ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 18, വിശുദ്ധ പ്രിസ്കായുടെ തിരുനാൾ. റോമൻ കുലീന വനിതയായ പ്രിസ്ക 275 വാളുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു. വിശുദ്ധയുടെ നാമത്തിൽ റോമിലെ ദൈവാലയത്തിൽ പ്രിസ്കായുടെ പുണ്യ ദേഹ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു കർദീനാളാണ് അതിൻ്റെ വികാരി. പാശ്ചാത്യ രക്തസാക്ഷിത്വ ചരിത്രങ്ങളിൽ വിശുദ്ധയുടെ നാമം കാണുന്നില്ലെങ്കിലും വിശുദ്ധ ഗ്രിഗറിയുടെ കൂദാശക്രമത്തിൽ ആ പേര് ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ പ്രിസ്കായുടെ രക്തസാക്ഷിത്വം പ്രശസ്തമായി കാണുന്നു. റിയ ഒസ്തിയായിൽ വെച്ച് പ്രിസ്ക ചിരച്ഛേദം ചെയ്യപ്പെട്ടു എന്ന് ഐതിഹ്യമുണ്ട്. പ്രിസ്കായും പൗലോസ് ശ്ലീഹായുടെ ശിഷ്യയായ പ്രിഷില്ലയും തമ്മിൽ പേര് മാറിപ്പോകാറുണ്ട്. അതിനാൽ കന്യകകളുടെ രക്തസാക്ഷിത്വം 1-ാം ശതാബ്ദത്തിൽ രേഖപ്പെടുത്തി കാണുന്നു. ക്രിസ്തുവിനു വേണ്ടി മരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഈ ധീരവനിതയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് നമുക്കും ദൈവത്തെ സ്നേഹിച്ച് ജീവൻ ത്യജിക്കാനും ക്രിസ്തു സാക്ഷികളായി തീരാനും ഒരുങ്ങാം. പിതാവും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കുവിൻ എന്ന ഈ മഹത്തായ വചനം പോലെ എല്ലായ്പ്പോഴും നമുക്കും പിതാവുമായി ഒന്നായി ചേർന്ന് ഇരിക്കാം. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.